ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? ഇത് നമ്മുടെ 59ാമത്തെ പാർട്ടാണ്. നമുക്ക് ആദ്യം ദേവേനെയും ദേവുവിനെ ഒന്നിപ്പിക്കണോ അതോ ശിവേനെയും തുമ്പീനെ ഒന്നിപ്പിക്കണോ? നിങ്ങൾ പറ. അതനുസരിച്ച് നമുക്ക് റെക്കോർഡ് ചെയ്യാമല്ലോ. അപ്പോൾ ഇത് 59ാമത്തെ പാർട്ടാണ്. നമുക്ക് പാർട്ടിലേക്ക് പോവാം കേട്ടോ. ഇതിനുള്ള പണി ഞാൻ നിനക്ക് തിരിച്ചു തരാം. നീ റൂമിലേക്ക് വാട്ട രാത്രി. ദേവ അവളുടെ കാതുകളിൽ പറഞ്ഞുകൊണ്ട് റൂമിലേക്ക് നടന്നു. രേവതി അവൻ പോകുന്നു നോക്കി ചിരിച്ചു. രാത്രി ഭക്ഷണം എല്ലാം കഴിച്ചു കഴിഞ്ഞ് രേവതി മുറിയിലേക്ക് വന്നപ്പോൾ ദേവ അവിടെ ഉണ്ടായിരുന്നില്ല. അവളെ അവൻ അന്വേഷിച്ച് നേരെ ഓഫീസ് റൂമിലേക്ക് നടന്നു. അവൾ പ്രതീക്ഷ പോലെ ദേവ അവിടെ ഉണ്ടായിരുന്നു. കിടക്കാറായില്ലേ ദേവേട്ട? രേവതി ചോദിച്ചു. ഇല്ലടാ, കുറച്ച് കൂടി ഉണ്ട്, നീ പോയി കിടന്നോ. ദേവ അത് പറഞ്ഞു. രേവതി തലയാട്ടിക്കൊണ്ട് മുറിയിലേക്ക് തിരിച്ചു പോയി. കുറെ നേരം തിരിഞ്ഞും മറിഞ്ഞും കിടന്നിട്ടും ഉറക്കം വരാതെ ആയപ്പോൾ രേവതി വെറുതെ എഴുന്നേറ്റ് ഫോൺ എടുത്തു. അപ്പോഴാണ് രശ്മിയുടെ 2-3 മിസ് കോൾ കണ്ടത്. അവൾ വേഗം ആ നമ്പറിലേക്ക് തിരിച്ചു വിളിച്ചു. ഡി ചേച്ചി, നീ എവിടെ പോയി കിടക്കുക? ഞാൻ എത്ര നേരമായി വിളിക്കണു. ഞാൻ താഴെയായിരുന്നു, നീ എന്താ ഈ സമയത്ത് വിളിച്ചേ? തുമ്പി ചേച്ചിയുടെ എക്സാം ഡേറ്റ് വന്നിട്ടുണ്ട്. ആണോ? എന്ന എക്സാം? ഇനി ഒരാഴ്ചയുള്ള ഹോൾ ടിക്കറ്റ് ഒക്കെ വന്നിട്ടുണ്ട്. അവളുടെ ഒപ്പം തന്നെയല്ല നിനക്ക് എക്സാം? നിന്റെ പഠിച്ചു കഴിഞ്ഞാ? നീ ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊന്നും ചോദിക്കരുത് കേട്ടാ. ഓ, എന്നാ പറയണ്ട. നിനക്കും തുമ്പിക്കും ഒരേ കോളേജിലാണ് എക്സാം? അല്ല, ഞങ്ങളുടെ എക്സാം സെന്റർ വേറെ വേറെ ആയിരിക്കും. ശരി, എന്നാ ഞാൻ കോള് കട്ട് ചെയ്യാ. തുമ്പിയെ വിളിച്ച് കാര്യം പറയട്ടെ. അവൾക്ക് പഠിക്കാന്ന് പറഞ്ഞാൽ തന്നെ മടിയാണ്. രേവതി അത് പറഞ്ഞ് കോള് കട്ട് ചെയ്തു. രാത്രി ബെഡിലിരുന്ന് ഫോണിൽ നോക്കുമായിരുന്നു ശിവ. പാർവണിയാണെങ്കിൽ കണ്ണാടിക്ക് മുന്നിൽ നിന്ന് തൻ്റെ മുടിയെല്ലാം ഒതുക്കി കെട്ടിവെക്കുകയായിരുന്നു. ആ സമയത്താണ് ദേവുവിൻ്റെ കോൾ അവിടേക്ക് വന്നത്. പാർവണ കോള് സ്പീക്കറിലിട്ട് സംസാരിക്കാൻ തുടങ്ങി. തുമ്പി, നിന്റെ എക്സാം ഡേറ്റ് വന്നു, നീ അറിഞ്ഞാ? അത് വന്നാ? ഞാൻ ആ കാര്യം മറന്നിരിക്കുന്നു. നീ അത് എന്നെ ഓർമ്മിപ്പിച്ചപ്പോ. അങ്ങനെ മറന്നിരിക്കണ്ട. രശ്മി എന്നെ വിളിച്ചിരുന്നു ഒരാഴ്ച കഴിഞ്ഞ എക്സാം ആണെന്ന്. എൻ്റെ തുമ്പിക്കുട്ടി പഠിക്കാൻ തുടങ്ങിക്കോളൂട്ടാ. എനിക്ക് എക്സാം ഒന്നും എഴുതാൻ വയ്യ. അതി പിന്നെ എപ്പോഴെങ്കിലും എഴുതിയെടുക്കാം. നീ ഇതെന്തൊക്കെയാ പറയുന്ന തുമ്പി? ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് അതെല്ലാം വേണ്ടാന്ന് വെക്കുകയാണോ? പിന്നെ കഷ്ടപ്പെട്ട് പഠിച്ചു പോലും ചക്ക വീണ് വായിൽ ചെത്തുന്ന അവസ്ഥയിൽ പാസ്സായി വന്ന എന്നോട് തന്നെ നീ ഇത് പറയണം? എനിക്ക് എക്സാം എഴുതലും പാസ്സാവുമെന്നൊന്നും എനിക്ക് പ്രതീക്ഷയില്ല മോളെ. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല മോളെ. നാളെ മുതൽ പഠിക്കാൻ തുടങ്ങിക്കോ. എനിക്കൊന്നും വയ്യ, ഞാൻ എക്സാം എഴുതില്ല. ദേ തുമ്പി, വെറുതെ കളിക്കാനൊക്കെ ഉണ്ടാട്ടെ. എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. ഇത്രയും ഫീസ് എല്ലാം കൊടുത്ത് പഠിച്ചിട്ട് എക്സാം എഴുതുന്നില്ല എന്ന് പോലും. മര്യാദക്ക് നാളെ മുതൽ ഇരുന്ന് പഠിക്കാൻ തുടങ്ങിക്കോ. അത് പറഞ്ഞ് രേവതി കോള് കട്ട് ചെയ്തു. പിന്നെ ഞാൻ പഠിച്ചിട്ട് നീ കാണും. എനിക്കൊന്നും വയ്യ. പാർവണ പെറുപുറത്തോണ്ട് തിരിഞ്ഞതും അവൾ നേരെ ശിവയുടെ നെഞ്ചിൽ തട്ടിയിരുന്നു. ആ, നിങ്ങൾ എന്തിനാ മനുഷ്യൻ മിണ്ടാതെ പിന്നി വന്ന് നിൽക്കണേ? അവൾ തല ഒഴിഞ്ഞുകൊണ്ട് പറഞ്ഞു. എന്താ നിന്റെ ഉദ്ദേശം? ശിവ ഗൗരവത്തോടെ ചോദിച്ചു. എന്തുദ്ദേശം? നീ എന്റെ എക്സാം ഏതില്ലാന്ന് ദേവനോട് പറഞ്ഞേ. എനിക്ക് വയ്യ പഠിക്കാൻ, അതാ. അവൾ അലസമായി പറഞ്ഞ് ബെഡിലേക്ക് ഇരുന്നു. നാളെ മുതൽ മര്യാദയ്ക്ക് പഠിക്കാൻ തുടങ്ങിക്കോണം. ഇവിടെ എന്തായാലും വെറുതെ ഇരുന്ന സമയം കളയല്ലേ. അപ്പൊ ആ സമയം ഇരുന്ന് പഠിച്ചാ മതി. നീ കൂടെ ഇങ്ങനെ പറയല്ല ശിവ, എനിക്ക് ശരിക്കും വയ്യാത്തത് കൊണ്ടാ. ഇതിന്റെ പേര് വയ്യായിക എന്നല്ല, മടിയെന്നാണ്. നിന്റെ ബുക്സ് ഒക്കെ എവിടെയാ? അന്ന് എൻഗേജ്മെന്റ് ടൈമില് ബുക്കെല്ലാം വീട്ടിലേക്ക് കൊണ്ടുപോയി. അപ്പൊ എനിക്ക് പഠിക്കാൻ ബുക്കൊന്നുമില്ല, അതുകൊണ്ട് പഠിക്കാൻ പറ്റില്ലല്ലോ. അത് സാരില്ല, ബുക്കല്ലേ, അത് ഇവിടെ നിന്ന് വാങ്ങാം. ഏയ്യോ, അതൊന്നും വേണ്ട ശിവ. എന്തിനു വെറുതെ ബുക്കെല്ലാം വാങ്ങിട്ട് പൈസ കളയണേ? അതാലോചിച്ച് നീ ടെൻഷൻ ആവണ്ട. എന്റെ ക്യാഷ് അല്ലേ, ഞാനത് സഹിച്ചു. നീ ഈ എക്സാം എന്തായാലും എഴുതണം. നീ പഠിച്ച് പാസ്സായ നിനക്ക് എന്തെങ്കിലും നല്ല ഹോസ്പിറ്റലിൽ കയറാൻ പറ്റും. നമ്മൾ തമ്മിൽ പിരിഞ്ഞു കഴിഞ്ഞാലും ഒറ്റയ്ക്കാവില്ല. നിനക്ക് ജീവിക്കണ്ടേ? അതിനൊരു ജോലി അത്യാവശ്യമാണ്. അപ്പൊ അതിനു വേണ്ടിയാണോ നീ എന്നെ കൊണ്ട് എക്സാം എഴുതിപ്പിക്കണേ? അതേലോ. ആ വിചാരം മോന്റെ മനസ്സിൽ വെച്ചാൽ മതിയുടെ കള്ളക്കളവാ. നിന്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ എങ്ങനെ എളുപ്പമൊന്നും ഒഴിഞ്ഞു പോവില്ല. നിന്നെ ശരിയാക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ, പാറുടെ മനസ്സിൽ പറഞ്ഞു. അപ്പൊ എന്താ ഗുഡ് നൈറ്റ്. അത് പറഞ്ഞ ശിവ മുറിയിലേക്ക് പുറത്തേക്ക് ഇറങ്ങി. നീ എങ്ങോട്ടാ ശിവ? നീ ഇവിടെ കിടന്നു, ഞാൻ അപ്പുറത്തെ മുറിയിലുണ്ടാവും.
പറ്റില്ല, നീ എവിടെയാണ് കിടക്കണ അവിടെ ഞാനും കിടക്കുള്ളൂ. ഞാനിന്ന് ഒരുപാട് ടയേർഡാണ് പാർവണ, അതുകൊണ്ട് ഒരു വഴക്കിന് എനിക്ക് താല്പര്യമില്ല. നീ ഈ മുറിയിൽ കിടന്നോളൂ. ഇല്ല ശിവ, ഞാൻ ഒറ്റയ്ക്ക് കിടക്കില്ല, നീ ഇവിടെ വന്ന് കിടക്ക്. നിനക്കെന്തായാലും മലയാളം പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ശരിക്കും നല്ല ദേഷ്യം വരുന്നുണ്ടായിരുന്നു. നീ ഇങ്ങനെ ഒച്ചെടുത്ത് സംസാരിച്ചാലൊന്നും ഞാൻ പേടിക്കില്ല ശിവ, ഞാൻ നിന്റെ കൂടെ കിടക്കുള്ളൂ. എന്നാ ഞാനിന്ന് ഉറങ്ങില്ലെങ്കിലോ? അന്ന് ഞാൻ ഉറങ്ങാൻ നിന്റെ കൂടെ ഇരിക്കും. ഈ നാശത്തിനെ കണ്ട് ഞാൻ തോറ്റു ശവം. അത് പറഞ്ഞ് ശിവൻ നേരെ ബെഡിൽ വന്ന് കിടന്നു. പാർവണ ഉറങ്ങിക്കഴിഞ്ഞ് അപ്പുറത്തെ റൂമിലേക്ക് പോകാമെന്ന് പ്ലാൻ ചെയ്തുകൊണ്ടാണ് ശിവ ബെഡിൽ വന്ന് കിടന്നത്. പാർവണ ലൈറ്റ് ഓഫ് ചെയ്ത് ബെഡ് ലാമ്പ് ഓൺ ചെയ്ത് ശേഷം ശിവയുടെ അരികിൽ വന്ന് കിടന്നു. ശിവ, ഞാനൊരു കാര്യം പറയട്ടെ? പാർവണ അവന് നേരെ തിരിഞ്ഞു കിടന്നുകൊണ്ട് ചോദിച്ചു. എന്താന്ന് വെച്ച പറഞ്ഞു തോലക്കി. അത് പിന്നെ ഉണ്ടല്ലോ ശിവ, നിന്നെ കാണാണ്ടല്ലോ എന്ത് രസാന്നറിയോ? നിന്റെ ഈ കാപ്പി കളർ കണ്ണുകളുണ്ടല്ലോ, അതിങ്ങനെ നോക്കിയിരിക്കാൻ തോന്നും. പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടം എന്താണെന്നറിയോ? നിന്റെ കഴുത്തിലെ ഈ മറുകല്ലേ, അതാ. അന്റെ നിന്റെ കല്യാണത്തിന് മുണ്ടൊക്കെ വന്നപ്പോൾ കാണാൻ എന്ത് ലുക്കായിരുന്നു എന്നറിയോ? ഒന്ന് പോയി അടച്ചു വെക്കും, മനുഷ്യനൊന്നും ഉറങ്ങണം. ഏത് സമയം കലപില എന്ന് പറഞ്ഞ മനുഷ്യന് സമാധാനം തരില്ല. അത് പറഞ്ഞ ശിവ തിരിഞ്ഞു കിടന്നു. ദേവ റൂമിലേക്ക് വന്നതും രേവതി നല്ല ഉറക്കമായിരുന്നു. അവൻ ഡോറടച്ച് അവളുടെ അരികിൽ വന്നിരുന്നു. അവളുടെ മുഖത്തേക്ക് പാറി വീണ മുടിയൊക്കെ അവൻ സൈഡിലേക്ക് ഒതുക്കി വെച്ചു. പാവം, കല്യാണം കഴിഞ്ഞ് ഒരു ദിവസം പോലും ഒന്ന് കൂടെ ഇരിക്കാനോ സംസാരിക്കാനോ എനിക്ക് സമയം കിട്ടിയില്ല. ഇവൾ ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. സാരില്ലാട്ട ദിവസേ, നാളെ സന്ധ്യയല്ലേ, നാളെ ഫുള്ള് നിന്റെ കൂടെ തന്നെ ഞാൻ ഉണ്ടാവും. ദേവ അവളുടെ നെറുകയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു. ദേവളെ പുതപ്പിച്ചുകൊണ്ട് അവളുടെ അരികിൽ കിടന്നു. പാർവണ ഉറങ്ങിയെന്ന് തോന്നിയതും ശിവ പതിയെ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് ശബ്ദമുണ്ടാക്കാതെ പുറത്തേക്ക് നടന്നു. രക്ഷപ്പെട്ടു. അവൻ നിശ്വാസം എടുത്ത് അപ്പുറത്തെ മുറിയിലേക്ക് പോയി. ഈ പെണ്ണിന്റെ നാക്കിന് ഒരു ലൈസൻസ് ഇല്ല, എന്തൊക്കെയാ പറയണേ? കണ്ണാടിയിൽ തന്റെ കാക്കപ്പുള്ളിയിലേക്ക് നോക്കി ശിവ പറഞ്ഞു. ശേഷം അവൻ ബെഡിൽ കിടന്നു. ഹോസ്പിറ്റലിൽ നല്ല തിരക്കുള്ള ദിവസമായതിനാൽ ശിവയും ഒരുപാട് ക്ഷീണിച്ചിരുന്നു. ശിവ! സൈഡിലേക്ക് തിരിഞ്ഞു കിടക്കുന്ന ശിവ പിന്നിൽ നിന്നുള്ള വിളി കേട്ട് തിരിഞ്ഞു നോക്കിയതും തന്റെ തൊട്ടരിക്കൽ ചിരിച്ചുകൊണ്ട് കിടക്കുന്ന പാർവണ. നീയോ നീയില്ലേ? ശിവ എണീറ്റ് കൊണ്ട് ചോദിച്ചു. ഇന്നു പകല് കുറെ നേരം കിടന്നുറങ്ങിയോണ്ട് ഉറക്കം വരാതെ കിടക്കായിരുന്നു ഞാൻ. നീ വിചാരിച്ച് ഞാൻ ഉറങ്ങിയെന്നില്ലേ? പക്ഷെ ഞാൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. നീ എന്നെ ഒറ്റയ്ക്കാക്കി വന്നത് ഞാൻ അറിഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ ഇവിടേക്ക് വന്നേ. പാർവണ അവനെ നോക്കി വിളിച്ചുകൊണ്ട് പറഞ്ഞു. ഈ പിശാചെന്നെ കൊണ്ടാ പോവുള്ളൂ. നിന്റെ കൂടെ കിടക്കാൻ വയ്യാത്തോണ്ടാ ഇവിടേക്ക് എണീറ്റ് വന്നേ, അപ്പൊ പിന്നാലെ ഇവിടേക്കും വന്നു. ശിവ ദേഷ്യത്തോടെ പറഞ്ഞു. അതെന്താ നിനക്ക് എന്റെ കൂടെ കിടന്ന ശിവ? ഞാൻ നിന്നെ പിടിച്ച് തിരിഞ്ഞൊന്നുമില്ല. നിന്റെ കൂടെ കിടക്കുന്നതിനൊക്കെ നല്ലത് സൂയിസൈഡ് ചെയ്യണയാ. ഈ പാതിരാത്രി നീ ആത്മഹത്യ ചെയ്ത് വീണ്ടും ജനിച്ച എൻ്റെ അരികിലെത്താൻ കുറെ സമയം എടുക്കില്ലേ? പാർവണ ചോദിച്ചു. പിന്നെ ഈ ഒരു ജന്മം തന്നെ നിന്നെ സഹിക്കാൻ വയ്യ, പിന്നെയാണ് അടുത്ത ജന്മം കൂടെ. ഏത് നേരത്തെ ഈ ശവത്തെ എടുത്ത് എൻ്റെ തലയിൽ വെക്കാൻ തോന്നിയേ? അത് നിങ്ങളുടെ കഷ്ടകാലം, എന്തായാലും എടുത്ത് തലയിൽ വെച്ചില്ലേ, ഇനി സഹിച്ചോ. അത് പറഞ്ഞ് പാർവണ തിരിഞ്ഞു കിടന്നു. അവളോട് കൂടുതൽ പറഞ്ഞിട്ട് കാര്യമില്ലാത്തതുകൊണ്ട് ശിവയും കിടന്നുറങ്ങി. രാവിലെ സൂര്യ വെളിച്ചം മുഖത്ത് തട്ടിയപ്പോഴാണ് ശിവ കണ്ണു തുറന്നത്. വയറിന് മുകളിൽ എന്തോ വല്ലാത്ത ഭാരം അനുഭവപ്പെട്ടപ്പോഴാണ് അവൻ താഴേക്ക് നോക്കിയത്. തന്റെ വയറിന് മുകളിൽ തല വെച്ചുകൊണ്ടാണ് പാർവണ കിടക്കുന്നത്. ഉറക്കത്തിൽ പോലും എനിക്കൊരു സമാധാനം തരില്ല എന്ന് തോന്നുന്നു. ശിവ അവളുടെ തല ബെഡിലേക്ക് എടുത്തു വെച്ച് എഴുന്നേറ്റിരുന്നു. താഴേക്ക് എടുത്ത് പാർവണ തന്റെ മടിയിലേക്ക് തന്നെ തല വെച്ച് കിടന്നു. ആള് നല്ല ഉറക്കത്തിലാണെന്ന് ശിവയ്ക്ക് മനസ്സിലായിരുന്നു. ഡി എണീക്കേ! ശിവ അവളെ തട്ടി വിളിച്ചു. പക്ഷെ ആര് കേൾക്കാൻ? ഡിപ്പിശാശന്റെ മടിയിൽ എനിക്കിരി. അവന് ഉറക്കിയാൽ അറിയുന്നു. പാർവണ പതിയെ കണ്ണു തുറന്നു കണ്ണെടുക്കാതെ ശിവയെ തന്നെ നോക്കി കിടന്നു. എന്റെ മുഖത്തേക്ക് അന്തം വിട്ട് നോക്കി കിടക്കാതെ എണീക്കിടി.
അവൻ വീണ്ടും പറഞ്ഞതും പാർവണ ഒന്നും മിണ്ടാതെ അവന്റെ മടിയിൽ നിന്ന് എണീറ്റു. സാധാരണ ഉരുളയ്ക്ക് ഉപ്പേരി പോലെ മറുപടി പറയുന്ന അവൾ മിണ്ടാതെ ഇരിക്കുന്നതുകൊണ്ട് ശിവ സംശയത്തോടെ എണീറ്റ് കുളിക്കാനായി ബാത്റൂമിലേക്ക് കയറി. ശിവ കുളി കഴിഞ്ഞു വരുന്നതും പാർവണ അതേ ഇരിപ്പിൽ തന്നെയായിരുന്നു. എന്താ കാര്യമെന്ന് ചോദിക്കണമെന്നുണ്ടെങ്കിലും അവന്റെ ഈഗോ അതിന് സമ്മതിച്ചില്ല. ഞാൻ ഇറങ്ങാ. ശിവ അത് പറഞ്ഞപ്പോഴാണ് പാർവണ സ്വഭാവത്തിലേക്ക് വന്നത്. ഇന്ന് ഞായറാഴ്ചയായിട്ട് നിനക്ക് ഹോസ്പിറ്റലിൽ പോവാണോ? പേഷ്യൻസിന് അസുഖം വരുന്നത് ശനി ഞായർ നോക്കിയല്ല, അവൻ പുച്ഛത്തോടെ പറഞ്ഞു. എന്നെ ഒന്ന് അമ്പലം വരെ കൊണ്ടുപോ ശിവ. ഇവിടെ അടുത്തുള്ള ചെറിയ അമ്പലമായാലും മതി. ഇന്ന് എനിക്ക് നേരത്തെ ഹോസ്പിറ്റലിൽ പോകണം. അമ്പലത്തിൽ കൊണ്ടുപോകാനൊന്നും സമയമില്ല. പ്ലീസ് ശിവ, പ്ലീസ്, അവൾ അപേക്ഷാപൂർവ്വം പറഞ്ഞു. ഇന്ന് തന്നെ അമ്പലത്തിൽ പോകണമെന്ന് എന്താ അത്ര നിർബന്ധം? പിന്നെ ഒരു ദിവസം പോയാൽ പോരെ? ഇന്ന് തന്നെ പോകണം ശിവ. ഇന്ന് അച്ഛൻ്റെ പിറന്നാളാണ്. സാധാരണ ഞാൻ കൂടെയുള്ളപ്പോൾ രാവിലെ ഞങ്ങൾ എല്ലാവരും അമ്പലത്തിൽ പോയി തൊഴാറുണ്ട്. എന്നെ ഒന്ന് കൊണ്ടുപോകാൻ പറ്റുമോ ശിവ, പ്ലീസ്? ശരി, ഞാൻ അമ്പലത്തിലേക്ക് കൊണ്ടുപോകാം. പക്ഷെ തിരിച്ച് നീ ഓട്ടോ പിടിച്ച് വരേണ്ടി വരും. എനിക്ക് സമയം ഉണ്ടാവില്ല നിന്നെ കൊണ്ടുവന്ന് വിടാൻ. അത് കുഴപ്പമില്ല, ഞാൻ തിരികെ ഒറ്റയ്ക്ക് വന്നോളാം. ഒരു 10 മിനിറ്റ്, ഞാൻ വേഗം റെഡിയായി വരാം. അത് പറഞ്ഞ് അവൾ വേഗം ബാത്റൂമിലേക്ക് പോയി. ശിവ താഴെ കാറിൽ അവളെ കാത്തു നിന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ വാതിൽ പൂട്ടി പാർവണ പുറത്തേക്ക് വന്നു. ഒരു റോസ് കളർ ടോപ്പും വൈറ്റ് കളർ ലെഗിനുമാണ് വേഷം. അവളുടെ മുഖത്ത് വലിയ തെളിച്ചൊന്നും ഉണ്ടായിരുന്നില്ല. പാർവണ കാറിൽ കയറിയതും അവൻ കാറ് മുന്നോട്ടെടുത്തു. പോകുന്ന വഴിയിൽ ഉള്ള ഒരു കൃഷ്ണന്റെ അമ്പലത്തിൽ ശിവ അവളെ ഇറക്കി വിട്ടു. തിരിച്ചു പോകുമ്പോ സൂക്ഷിച്ചു പോകണം. പൈസ കയ്യിലുണ്ടാ? ഉണ്ട്. എന്നാ പോയി തൊഴുതിട്ട് വാ. അത് പറഞ്ഞ് കാറുമായി മുന്നോട്ട് പോയി. ദേവ രാവിലെ ഉറക്കം എണീക്കുമ്പോൾ രേവതി കുളി കഴിഞ്ഞ് ഇറങ്ങി കണ്ണാടിക്ക് മുമ്പിൽ നിൽക്കുന്നുണ്ടായിരുന്നു. അവളുടെ മുടിയിൽ നിന്ന് ഇറ്റു വീഴുന്ന വെള്ളത്തുള്ളിയും മുടിയിൽ നിന്നും പടരുന്ന കാച്ചിയ എണ്ണയുടെ മണം അവനൊരു കുളിർമയേകുകയായിരുന്നു. അവൻ എഴുന്നേറ്റ് രേവതിയുടെ അരികിലേക്ക് നടന്നു. അവൻ അവളെ പിന്നിൽ നിന്നും തന്നിലേക്ക് ചേർത്ത് പിടിച്ചു. ഇന്നെന്താ നേരത്തെ എണീറ്റോ ദേവേട്ട? സൺഡേ അല്ലേ, കുറച്ചു നേരം കൂടെ കിടക്കായിരുന്നില്ലേ? അവൻ മൂളിക്കൊണ്ട് അവളുടെ തോളിൽ താടി ചേർത്ത് നിന്നു. ഇന്ന് സൺഡേ അല്ലേ, നമുക്കൊന്ന് പുറത്തു പോയാലോ? ദേവ ചോദിച്ചു. പോവാം. നമുക്ക് ശിവനെയും തുമ്പിയും കൂടെ വിളിക്കാം. ശിവയ്ക്ക് ഹോസ്പിറ്റലിൽ കുറച്ച് തിരക്കുണ്ട്, അതുകൊണ്ട് അവൻ വരുമോന്നറിയില്ല. എന്തായാലും ചോദിച്ചു നോക്കാം. ഞാനൊരു കാര്യം പറഞ്ഞ് സാധിച്ചു തരുമോ ദേവേട്ട? എന്താ എൻ്റെ ദേവൂട്ടിയുടെ ആഗ്രഹം? എന്തായാലും ഞാൻ നടത്തി തരും. നമുക്കൊരു ദിവസം വടക്കുന്നാഥ ക്ഷേത്രത്തിൽ പോയാലോ? എൻ്റെ തുമ്പിനും കുറെ കാലത്ത് ആഗ്രഹമാണ്. അതിനെന്താ, നമുക്ക് നാളെ തന്നെ പോവാലോ? ഞാനും ദേവേണ്ണും തുമ്പി ശിവേണ്ണും. നല്ല രസമായിരിക്കും. ഞാനും നീയും തുമ്പിയും ഒക്കെ. പക്ഷെ ശിവ വരുന്നു തോന്നണില്ല. അതെന്താ? ശിവ അമ്പലത്തിലൊന്നും പോവില്ല, നിരീശ്വരവാദിയാണ്. അത് സാരില്ല, തുമ്പിയല്ലേ കൂടെ ഉള്ളേ. അവൾ കൊണ്ടുവന്നോളെ ഏട്ടനെ. കൊണ്ടുവന്നാ നല്ലത്, ദേവ ഒരു ദീർഘനിശ്വാസത്തോടെ പറഞ്ഞു. ഞാൻ താഴേക്ക് പോവാ ദേവേട്ട. അത് പറഞ്ഞ രേവതി താഴേക്ക് നടന്നു. അപ്പോൾ ഇന്നത്തെ പാർട്ട് കഴിഞ്ഞു. നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. ബൈ, താങ്ക് യു.